കിടിലൻ ഫീച്ചേഴ്സുമായിട്ട് ഐഫോൺ 13 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സാംസങ്ങിനൊന്നും ഇനി അടുത്തുകൂടി പോകാൻ പറ്റില്ലെന്ന് വളരെ കൃത്യമായിട്ട് ആപ്പിൾ പറഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞു 50% faster graphics performance than the leading competition. In fact, iPhone 13 Pro has the fastest graphics performance in any smartphone ever. ക്യാമറയൊന്നും ഒരു രക്ഷയില്ല. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള 28% കൂടുതൽ ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഐഫോൺ 13 വന്നിരിക്കുന്നത്. A15 Bionics ചിപ്പാണ് ഐഫോൺ 13 വന്നിരിക്കുന്നത്. സാംസങ്ങിന് എന്നല്ല ഒരു ആൻഡ്രോയിഡ് ഫോണിന് പോലും അടുത്തെങ്ങും എത്താൻ കഴിയാത്തത്രയും പെർഫോമൻസ് ആണ് ഇത് മുമ്പോട്ട് വെക്കുന്നത്. 6 കോറോട് കൂടിയ ഈ CPU പുതിയ മാപ്പിൽ 50% കൂടുതൽ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഗെയിമിങ്ങിലാവട്ടെ 4 കോർ GPUയോട് കൂടിയ പെർഫോമൻസ് ആണ് ഉണ്ടാവുക. അതായത് 30% മെച്ചപ്പെട്ട ഫാസ്റ്റ് ഗ്രാഫിക് പെർഫോമൻസ് മറ്റൊരു ഫോണിന് നൽകാൻ കഴിയില്ല. 15.8 ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഏത് ആൻഡ്രോയിഡ് ഫോണിന് പറ്റും ഇത്? ഇതാ ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയാണ് ഐഫോൺ 13 വന്നിരിക്കുന്നത്. MP wide angle lens, 1.6 aperture, 26 mm focal length, 7 element lens, 100% focal pixels. അതോടൊപ്പം തന്നെ ഹൈ എൻഡ് ഐഫോണിൽ മാത്രമുണ്ടായിരുന്ന ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടെ വന്നിരിക്കുകയാണ്. 12 ultra wide angle lens, 2.4 aperture, 13 mm focal length, 5 element lens, 120-degree field of view. ആൻഡ്രോയിഡ് ഫോണുകളെ തട്ടിത്തെറിപ്പിച്ച ഐഫോണിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന പുതിയൊരു ഫീച്ചറാണ് സിനിമാറ്റിക് മോഡ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, രണ്ടുപേര് സംസാരിക്കുമ്പോൾ രണ്ടുപേരിലേക്കും ഫോക്കസ് മാറി മാറി വരുന്നത്. അത് വളരെ ഈസി ആയിട്ട് ഐഫോണിലെ വീഡിയോയിലേക്ക് വരികയാണ്. AR സാങ്കേതിക വിദ്യയും ഫേസ് റെക്കഗ്നിഷനും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ബാറ്ററി ആവട്ടെ ഐഫോൺ 12 മിനിയെക്കാട്ടിലും 1.5 മണിക്കൂർ കൂടുതൽ, ഐഫോൺ 12-നെക്കാട്ടിലും 2.5 മണിക്കൂർ ലോങ്ങർ ബാറ്ററി ലൈഫ്. 13ഓളം നിറത്തിലുള്ള വിവിധ വ്യത്യസ്തമായ കേസുകളോടൊപ്പമാണ് ഐഫോൺ 13 വിപണിയിലെത്താൻ പോകുന്നത്. ഇതിനൊക്കെ പുറമെ നൈറ്റ് മോഡും ഐഫോൺ 13 വരികയാണ്. A15 Bionics ചിപ്പാണ് ഐഫോൺ 13 സൂപ്പർ പ്രോസസ്സറുള്ള ഒരു മൊബൈൽ ഫോണാക്കി മാറ്റുന്നത്. വിപണിയിലുള്ള എല്ലാ മൊബൈൽ ഫോണുകളെക്കാളും വളരെ മെച്ചപ്പെട്ട ഒരു ലെൻസ് സംവിധാനമാണ് ഐഫോൺ 13 പ്രോയിൽ വരുന്നത്. ഗ്രേ, ഗോൾഡ്, സിൽവർ എന്നിവയോടൊപ്പം ബ്ലൂ ഷെയ്ഡിലും കൂടിയാണ് ഐഫോൺ 13 പ്രോ വരുന്നത്. ഐഫോൺ 13 ഐഫോൺ 12 നിന്നും ഐഫോൺ 11 നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ മുകളിലെ വീതി കുറഞ്ഞ നോച്ചാണ്. അതോടൊപ്പം തന്നെ മുകളിലെ സ്പീക്കറും സ്ക്രീനിൻ്റെ എഡ്ജിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതോടൊപ്പം സ്ക്രീൻ കൂടുതൽ ശക്തമാക്കുന്നതിന് ഒരു സെറാമിക് ഷീൽഡ് എന്നൊരു പ്രൊട്ടക്ഷൻ കൂടി വന്നിരിക്കുകയാണ്. ബ്രൈറ്റ് ആയിട്ടുള്ള ഡേ ലൈറ്റിലും 1000 നൈറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് ഐഫോൺ 13 അവകാശപ്പെടുന്നത്.
മറ്റൊരു പ്രധാന പോയിന്റാണ് പ്രൊമോഷൻ ഐഫോണിലേക്ക് വരികയാണ്. അതായത് ഐഫോണിൻ്റെ സ്ക്രീനിൻ്റെ റീഫ്രഷിംഗ് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് 30 Hz സ്പീഡിലും അതേസമയം സ്റ്റില്ലായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളെന്തോ കണ്ടന്റ് റീഡ് ചെയ്യുന്ന സമയത്തോ അതിൻ്റെ റീഫ്രഷിംഗ് റേറ്റ് 10 Hz മാറ്റും. അതുപോലെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു സ്പീഡിനനുസരിച്ച് സ്ക്രീനിൻ്റെ റീഫ്രഷിംഗ് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. സ്ക്രീനിൻ്റെ റീഫ്രഷിംഗ് റേറ്റ് കുറയ്ക്കുന്നത് വഴി ബാറ്ററി കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് iPhone 13 Proയിലെ പ്രധാന ഫീച്ചേഴ്സ്. എന്നാൽ അതേസമയം തന്നെ ക്യാമറയിൽ വളരെ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. എല്ലാ ഐഫോണുകളിലും വെച്ച് ഏറ്റവും വലിയൊരു ഇംപ്രൂവ്മെൻ്റ് ആണ് iPhone 13 Proയിലെ ക്യാമറയിൽ വന്നിരിക്കുന്നത്. ടെലിഫോട്ടോ ലെൻസിൽ 3x ഒപ്റ്റിക്കൽ സൂം വന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു മെയിൻ പ്രത്യേകത. 1.8 അപ്പാർച്ചറുള്ള അൾട്രാ വൈഡ് ലെൻസ് 92% ലോ ലൈറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. 1.5 അപ്പാർച്ചറുള്ള വൈഡ് ആംഗിൾ ലെൻസും. ഓരോ ലെൻസിലും എടുത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഒരു കമ്പാരിസൺ ആണിത്. മൈക്രോ ഫോട്ടോഗ്രാഫിയിൽ വളരെ വലിയൊരു ഇംപ്രൂവ്മെൻ്റ് ആണ് iPhone 13 Proയിൽ വന്നിരിക്കുന്നത്. ക്യാമറ ആപ്പിൽ തന്നെ ഒരു പ്രോ ലെവൽ സെറ്റിംഗ്സ് വന്നിരിക്കുകയാണ്. സാധാരണ രീതിയിലുള്ള ഒരു ഫോട്ടോ എടുക്കുന്നതോടൊപ്പം തന്നെ റിച്ച് കോൺട്രാസ്റ്റ് എന്നും വൈബ്രന്റ് വാം എന്നും നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഫോട്ടോ കൂടുതൽ മിഴിവുള്ളതാക്കാനുള്ള ഒരു സൗകര്യമാണ് iPhone 13 Proയിൽ വന്നിരിക്കുന്നത്. വീഡിയോഗ്രാഫിയിൽ വന്നിരിക്കുന്ന വളരെ വലിയൊരു മാറ്റമാണ് സിനിമാറ്റിക് മോഡ് എന്നത്. AR സാങ്കേതിക വിദ്യയും ഫേസ് റെക്കഗ്നിഷനും ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീനിലെ ഒബ്ജക്റ്റുകളെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണിത്. അതേസമയം തന്നെ നമുക്ക് മാനുവലായിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള സംവിധാനവും ഇതിലുണ്ട്. ഫ്രെയിമിൽ മുമ്പിലും പുറകിലുമായിട്ട് ഡിഫറൻറ്റ് ലെങ്തിലുള്ള 2 പേരിലേക്ക് ഫോക്കസ് ആവശ്യാനുസരണം ക്രമീകരിക്കുന്ന ഒരു സംവിധാനമാണിത്. ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് ക്രമീകരിക്കുന്നതിനോടൊപ്പം തന്നെ മാനുവലായിട്ട് ക്രമീകരിക്കാനുള്ള സൗകര്യമുണ്ട്. വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് പിന്നീട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണിലെ ചരിത്രത്തിൽ ആദ്യമായി ഐഫോണിൽ അവതരിപ്പിക്കാൻ പോകുന്ന മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ProRes വീഡിയോ എന്നത്. ഹൈ റെസൊല്യൂഷനിലും ഹൈ ക്വാളിറ്റിയിലുമുള്ള ഒരു പ്രൊഫഷണൽ ഗ്രേഡ് വീഡിയോ ഐഫോണിലേക്ക് ലഭ്യമാക്കുകയാണ് ഈ ProRes വീഡിയോ വഴി സാധിക്കുന്നത്. iPhone 12നേക്കാളും 1.5 മണിക്കൂർ കൂടുതൽ ബാറ്ററി ലൈഫാണ് iPhone 13 Pro അവകാശപ്പെടുന്നത്. iPhone 12 Pro Maxനേക്കാളും 2.5 മണിക്കൂർ ലോങ്ങർ ബാറ്ററി ലൈഫ്. ഇത്രയുമാണ് iPhone 13 Proയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. $128, $256, $512 എന്നിവയോടൊപ്പം തന്നെ 1 TBയിലും iPhone 13 Pro വരുന്നു. ഈ വെള്ളിയാഴ്ച ഓർഡർ ചെയ്യുകയാണെങ്കിൽ സെപ്റ്റംബർ 24 ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ സെപ്റ്റംബർ 24 അൺബോക്സിംഗ് വീഡിയോയുമായിട്ട് കാണാം.